പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം ആമേൻ 8-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല കർത്താവിന് സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞ്, ആനന്ദത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞ്, കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ, എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചല്ലേ. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ വാഹനങ്ങൾ ഓടിച്ചു, നമ്മൾ യാത്രകൾ ചെയ്തു, നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെട്ടു. അവിടെ എല്ലാം കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ സംരക്ഷിച്ചു. ആ കൃപയെ ഓർത്തിട്ട് കൈകൾ ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ, സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ. കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങിയത്. അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം 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 അപ്പ. അതുപോലെ രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചില്ലേ, അതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവെ, ഞങ്ങളെ രാവിലെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം 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 അപ്പ, സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, ദയ വലുതാകിയാൽ സ്തോത്രം, വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ പുതിയ കൃപകൾ, അവൻ സ്പെഷ്യൽ ഫേവർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സ്പെഷ്യൽ ഫേവറിനാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം. 42-ാം സങ്കീർത്തനം ആരംഭവാക്യത്തിൽ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. അതിന് 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. അപ്പം ആലയത്തിലേക്ക് പോയത് എങ്ങനെ? ഉത്സവത്തിന് പോകുന്നവരെ പോലെ സന്തോഷത്തോടെ ആനന്ദത്തോടെ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനാണ് സങ്കീർത്തനക്കാരൻ ആലയത്തിലേക്ക് പോയത് ഓർക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയാം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ നീ പ്രത്യാശ വെക്ക്, കർത്താവിൻ്റെ പ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, തളർന്നു പോകേണ്ട ആവശ്യമില്ല, സാഹചര്യങ്ങൾ കണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൽ പ്രത്യാശ വെക്ക്. കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ഏത് ആവശ്യത്തിലും കർത്താവിൻ്റെ കൃപയുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് തന്നെ പറയണം, ബലപ്പെടേ, ശക്തിപ്പെടേ, ഉണരുക, എഴുന്നേൽക്കുക, കർത്താവിന് വേണ്ടി ഓടുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് നന്ദി. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ വലിയ കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല രോഗത്തിൻ്റെ അവസ്ഥകളും പൊട്ടിപ്പോകട്ടെ. എല്ലാ അലർജികളും മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. വിടുതൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ മേൽ പരിഹാരമുണ്ടാകട്ടെ. കർത്താവേ, ഇന്ന് പകൽ കർത്താവിൻ്റെ ശക്തി ആ ബ്രെയിനിലേക്ക് ഇറങ്ങട്ടെ. അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്രെയിൻ സൗഖ്യമാകട്ടെ. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സകല ബുദ്ധിമുട്ടുകൾ, അത് മാനസിക രോഗമായാലും മറവിയായാലും ആമേൻ, അത് തളർച്ചയായാലും എന്തു തന്നെയായാലും യേശുവിൻ്റെ നാമത്തിൽ ആ ബ്രെയിനിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ, അത്ഭുത സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ. പാർക്കിൻസൺ ഡിസീസ് ഉൾപ്പെടെ സകല രോഗങ്ങളുടെ മേലും ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളതുപോലെ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന ദാസിദാസന്മാരെ ബ്ലസ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി കർത്താവ് കരുതുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ,
ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വലിയ മഹിമ വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, യൗവനക്കാരെ അനുഗ്രഹിക്കുന്നു. ആരും വഴിതെറ്റി പോകരുത്. എല്ലാ അഡിക്ഷനുകളും വിട്ടുമാറട്ടെ. ഞങ്ങളുടെ യൗവനക്കാർ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന യൗവനക്കാരായി മാറട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വിശ്വാസ വീരന്മാരായി തീരട്ടെ, സൽപ്രവൃത്തികളിൽ സമ്പന്നന്മാരായി തീരട്ടെ. കർത്താവിൻ്റെ നാമം ഈ പ്രിയപ്പെട്ട ഓരോ മക്കളിലൂടെ ഉയരുവാൻ ഇടവരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ്റെ സമയം രാത്രി 9:30 നമുക്ക് നമ്മുടെ പ്രത്യേക മീറ്റിംഗ് ഇന്നുണ്ടാകും. നിശ്ചയമായിട്ടും പങ്കെടുക്കണം. ഒരു കാരണവശാലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യില്ല. രാത്രി ഇന്ത്യൻ സമയം 9:30 നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാം സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിമൈൻഡർ വെക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയണം, എന്നെ ഒന്ന് ഓർപ്പിക്കാൻ പറയണം. എന്നിട്ട് നിശ്ചയമായിട്ടും മീറ്റിങ്ങിൽ പങ്കെടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ഇത് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. രക്ഷ പ്രാപിക്കുന്നവർക്ക് വേണ്ടി സേവ ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച് പറയാൻ. കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും എപ്പോഴും കാവൽ നിൽക്കുന്നു, അത് നമുക്കൊരു ഉറപ്പുണ്ട്. കർത്താവിൻ്റെ ദൂതന്മാർ നമ്മളെ സഹായിക്കുന്നു, അതും നമുക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ സൈന്യം മുഴുവൻ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കും. സ്വർഗീയ സൈന്യം മുഴുവനും തന്നെ രക്ഷ പ്രാപിച്ച ദൈവമക്കളുടെ സേവയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി എപ്പോഴും തയ്യാറായി നിൽക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ, ഈ സ്വർഗീയ സൈന്യം മുഴുവൻ യേശുവിൻ്റെ ശബ്ദത്തിന് അനുസൃതമായി പ്രവർത്തിക്കും. ഇന്ന് ഞാൻ രക്ഷ പ്രാപിക്കുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ ഒന്നായിത്തീരുന്നത് കൊണ്ട്, ഞാനും യേശുവും ഒന്നായി മാറുന്നത് കൊണ്ട് എൻ്റെ ശബ്ദവും ദൂതന്മാർ അനുസരിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തിലും ദൂതന്മാരുടെ സഹായം തേടാം, ചോദിക്കാം. അവർ നമ്മളെ സഹായിക്കാൻ സദാ സന്നദ്ധരാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പം ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ ഭവനത്തിലേക്ക് പെൺകൊച്ച് വന്നു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ ഭവനത്തിലുള്ള ആ സേവകന്മാരെല്ലാം ആ പെണ്ണിൻ്റെയും സേവകന്മാരായി മാറും. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിൽ നാം ഒന്നായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുത്രത്വം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, നമുക്ക് ലഭിച്ച ദാസ്യത്തിൻ്റെ ആത്മാവല്ല, നമുക്ക് ലഭിച്ചത് പുത്രത്വത്തിൻ്റെ ആത്മാവ്. പുത്രത്വത്തിൻ്റെ ആത്മാവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ആ സ്വർഗീയത്തിലുള്ള സൈന്യം മുഴുവനും നമ്മളെ സേവിക്കുവാൻ അവർ തയ്യാറായി കഴിഞ്ഞു. റോമാലേഖനമേ എന്ന 8-ാം അധ്യായം 14-ും 15-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ ദാസന്മാരെന്നല്ല പറഞ്ഞു, മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചത് പുത്രത്വത്തിൻ്റെ ആത്മാവ്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനോടുകൂടെ ആരായി മാറി? നമ്മൾ കൂട്ടവകാശികളായി മാറി. അതുകൊണ്ട് സ്വർഗീയ സൈന്യം നമ്മുടെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ പ്രൊവിഷൻ, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളിലും നിങ്ങൾക്ക് ദൂതന്മാരുടെ സഹായം തേടാം. ദൈവവചന പ്രകാരമുള്ള ഏത് കാര്യമാണെങ്കിലും കർത്താവിൻ്റെ ദൂതന്മാർ നമ്മളെ സഹായിക്കാൻ സദാ സന്നദ്ധരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ദൂതന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ വചനവുമായിട്ട് ചേരുന്ന ഏത് കാര്യത്തിലും ദൂതന്മാർ നമ്മളെ സഹായിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്നു മുതൽ ഏഞ്ചൽസിൻ്റെ സഹായം ചോദിക്കണം, മനുഷ്യൻ്റെ സഹായം ചോദിക്കണം. പറയണം, യേശുവിൻ്റെ നാമത്തിൽ ദൂതൻ എന്നെ സഹായിക്കട്ടെ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ദൂതൻ കാര്യങ്ങളെ ചെയ്യണം. അപ്പോസ്തലൻ നോക്കി, കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങി പ്രവർത്തിക്കുന്നു, കൊർനെല്യൂസിൻ്റെ ഭവനത്തിനകത്ത് ദൂതൻ ഇറങ്ങി പ്രവർത്തിക്കുന്നു. അമേൻ എന്ന് കണ്ട നമുക്ക് ഏഞ്ചലിക് മൂവുകൾ അപ്പോസ്തലപ്രവൃത്തി നിറയെ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ പ്രൊവിഷന് വേണ്ടി ഏഞ്ചൽസ് പ്രവർത്തിക്കും. നമുക്ക് സഹായങ്ങൾ എന്തിനും ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ദൂതന്മാരുടെ സഹായം തേടുക. ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ദൂതന്മാരോട് കൽപ്പിക്കാം. ദൂതന്മാർ നിങ്ങളെ സഹായിക്കും. ദൂതന്മാർ നിങ്ങളുടെ സേവകാത്മാക്കളാണ്. ആമേൻ. ഏത് ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. ഇന്ന് പകൽക്കാലം ഒരു ഏഞ്ചലിക് ഇൻ്റർവെൻഷൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിലുണ്ടാകട്ടെ. ആമേൻ. ഏഞ്ചലിക് ഇൻ്റർവെൻഷനുകൾ ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ മഹത്വമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.